മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്ഷൻ 7.3.1, അതായത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒന്നാമത്തെ മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. പേരിൽ തന്നെ അതിൻ്റെ ഒരാശയം നിലനിൽക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ഇൻ്റഗ്രൽസുകൾ കണ്ടെത്തുക എന്ന് പറയുന്ന ആശയം. അപ്പോൾ ഇതിൽ ഉടനീളം വരുന്ന ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻസുകളെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഫോർമുലാസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 17 ഫോർമുലയോളം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഫോർമുലയുമായി കണക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നേരിട്ടിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആശയം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് പിന്നെ നമ്മൾ ആലോചിക്കുക. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഇൻ്റഗ്രലിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ടേമിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം കൊടുക്കുമ്പോൾ ആ ഇൻ്റഗ്രലിനെ മറ്റൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്യാനും, ആ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ 17 ഫോർമുലാസിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്യാനും പെട്ടെന്ന് സാധിക്കും. അവിടെ നിന്ന് നമുക്ക് വേഗം അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം കണ്ടെത്താം. പിന്നീട് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഏതിനാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതിനാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതേ ക്വസ്റ്റ്യനിൽ തന്നെ അല്ലെങ്കിൽ അതേ ഇൻ്റഗ്രലിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. റൂട്ട് വരുന്ന ടേമുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ റൂട്ടിനകത്തുള്ളതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ട്രിഗണോമെട്രിക് ഫങ്ഷൻസുകളാണ് വരുന്നതെങ്കിൽ നമ്മളതിൻ്റെ ആംഗിൾ പൊസിഷന് നിലനിൽക്കുന്നതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇതൊക്കെ ചെറിയൊരു ലോജിക്കാണ്. നമ്മുടേതായ ഐഡിയയിൽ നമ്മൾ കണ്ടെത്തുന്ന ചില ലോജിക്കുകളാണ്. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ലോജിക്കൊന്നുമില്ല. അത് ഭൂരിഭാഗ ചോദ്യങ്ങളിലും ട്രിഗണോമെട്രിക് ഫങ്ഷൻസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ പൊസിഷൻ കിടക്കുന്നതിനാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആശയം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഏതിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ ഇൻ്റഗ്രലിനകത്ത് തന്നെ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന രീതിയിലുള്ള ടേമിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് കൊടുക്കുന്നതും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. അതിനുവേണ്ടി ഇതിൻ്റെ തിയറി ഭാഗമൊന്നും ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസുകളിലേക്ക് നേരിട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ചെയ്യുന്നതിന് മുൻപേ ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യമൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. നമ്മൾ നേരിട്ട് അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് എക്സ്. താഴെ നമുക്ക് ഒന്നിലധികം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 1 + x² എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇവാലുവേറ്റ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x² dx എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരികയാണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ആശയമാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ രൂപത്തിലാണ്. ഈ പറയുന്ന കാര്യത്തിനെ നമ്മൾ മുൻപേ പഠിച്ച 17 ഫോർമുലയുമായി കണക്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. എന്നാൽ നമ്മളിവിടെ ഒരു ടേമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപേ പറഞ്ഞ ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യാം, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം, അവിടെ നമുക്ക് ആൻസറിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ലോജിക്ക് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. ട്രിഗണോമെട്രി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ പൊസിഷനിൽ വരുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x² dx. ആംഗിൾ പൊസിഷൻ കിടക്കുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുക. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 1/1 + x² dx ഈക്വൽ ടു dt. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എക്സിൻ്റെ ഡെറിവേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ dx വരും.
റൈറ്റിൽ ടീൻ്റെ ഡെറിവേഷൻ ആണ്, അതുകൊണ്ട് ഡി ടി എന്ന് പറഞ്ഞ ആശയം അവിടെ നിലനിൽക്കും. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ 1/1 + x² dx എന്ന് പറയുന്ന ആശയമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞ കാര്യം എടുത്തിട്ടുണ്ട്. പിന്നെ 1/1 + x² dx 1/1 + x² dx ആ കാര്യത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഡി ടി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പോൾ നിൽക്കുന്നത് എന്താണ്, ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ് ആൻസർ വരുന്നത് എങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാം, മൈനസ് കോസ് ടി പ്ലസ് സി. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എക്സിലായിരുന്നു, അപ്പോൾ എഴുതുന്ന ആൻസറും എന്തായിരിക്കണം, എക്സിൽ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ ടി എന്നതിന് പകരം നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് റിപ്ലേസ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. രണ്ടാമത്തെ ചോദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് 2x × sin x² + 1. അപ്പോൾ നമ്മളിതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ 2x × sin x² + 1 dx. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്സ് ഫോം എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. അതായത് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സൈനിൻ്റെ ആംഗിൾ പൊസിഷൻ കിടക്കുന്നത് എന്താണ്, x² + 1 എന്ന് പറയുന്ന കാര്യമാണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, നേരിട്ടിട്ട് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. put x² + 1 = t. x² എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 2x പ്ലസ് 1ൻ്റെ ഡെറിവേഷൻ 0 × dx = dt. അതായത് 2x dx എന്ന് പറയുന്നത് എന്താണ്, dt ആണ്. ഈ 2x dx എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൽ ഉണ്ടേനി, അതുകൊണ്ട് നമുക്ക് അടുത്തത് 2x dxന് പകരം എന്ത് എഴുതാം, dt എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ x² + 1ന് പകരം t. ബാക്കിയുള്ളത് 2x ഉണ്ട് dx ഉണ്ട്, അതിന് പകരം എന്ത് കൊടുക്കാം, dt. ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി പ്ലസ് സി. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ടി എന്നതിന് പകരം എന്ത് കൊടുക്കാം, x² + 1 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം പ്ലസ് സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ക്ലാസ്സിന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു വ്യൂവിലൂടെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ x² എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷനാണ് 2x വരിക. പിന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്താണ്, x² + 1 = t എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഡെറിവേഷൻ എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ്റെയാണോ വരുന്നത് അതിനോടൊപ്പം കോൺസ്റ്റൻ്റ് ആണ് നിലനിൽക്കുന്നതെങ്കിൽ അതിനെ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഫോർമുല മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് പറഞ്ഞാണ് കിട്ടിയത്. നിങ്ങൾ x² ടി കൊടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ സൈൻ x² + 1 എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് സൈൻ ടി + 1 ഡി ടി എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് വരിക. എപ്പോൾ മാത്രം x² നിങ്ങൾ ടി കൊടുത്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ സൈൻ ടി + 1 ഡി ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല കണക്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആലോചിക്കേണ്ടത്, നമ്മൾ x² ഡെറിവേഷനാണ് 2x, x² ഒപ്പം കോൺസ്റ്റൻ്റ് ആണ് നിലനിൽക്കുന്നത്, കോൺസ്റ്റൻ്റ് ഡെറിവേഷൻ 0 ആയിട്ട് പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കോൺസ്റ്റൻറ്റുകളൊപ്പം നിൽക്കുകയാണെങ്കിൽ അതുകൂടി ചേർത്തിട്ട് എന്ത് കൊടുക്കുക, നിങ്ങൾ ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ പാർട്ട് എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. ഡയറക്റ്റായിട്ട് നമ്മൾ മുൻപേ പറഞ്ഞ ഫോർമുലയിലേക്കായിരിക്കും കണക്ഷൻ പോകുന്നത്. പിന്നെ മുൻപേ പറഞ്ഞ ഫോർമുലാസുകൾ എക്സിലാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെയൊക്കെ ടി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കണക്ട് ചെയ്തിട്ടും നമുക്ക് എന്ത് പറയാം, ഫോർമുല അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം 2x/1 + x² എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതായത് ഇൻ്റഗ്രൽ 2x dx/1 + x². നമുക്കറിയാം x²ൻ്റെ ഡെറിവേഷനാണ് 2x വരിക എന്നുള്ളത്. പക്ഷേ x²നോടൊപ്പം 1 ആണ് നിൽക്കുന്നത്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുട്ട് 1 + x² = t. 1ൻ്റെ ഡെറിവേഷൻ 0 ആണ്, പ്ലസ് x²ൻ്റെ ഡെറിവേഷൻ 2x ആണ്, ഇൻറ്റു dx = dt. അതായത് 2x dx = dt, which is equal to integral 2x dx എന്ന് പറഞ്ഞാൽ എന്താ വരിക, dt ബൈ 1 + x² എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, t. ഇതിനെ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, ഇൻ്റഗ്രൽ 1/t dt. ഇൻ്റഗ്രൽ 1/x dx ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ലോഗ് മോഡ് x ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ത് പറയാം, ലോഗ് മോഡ് t + c. ടിക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം, 1 + x² എന്ന് പറയുന്ന കാര്യം റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ അതിൻ്റെ ഫൈനൽ ആൻസർ ആയി. അടുത്ത ചോദ്യം log x² x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതായത് ഇൻ്റഗ്രൽ log x² x dx ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം log x എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1/x ആണ്. ആശയം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ log x എന്ന് പറയുന്നതിന് ടി കൊടുക്കുക.
ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 1/x dx എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യവും? dt എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാവും. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log x ന് പകരം t വരും. അപ്പോൾ അവിടെ t² എഴുതാം. ബാക്കിയുള്ളത് 1/x dx ആണ്. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? dt എന്ന് പറഞ്ഞ കാര്യം എഴുതാം. നമ്മൾ ഇന്റഗ്രൽ x raised to n dx പഠിച്ചിട്ടുണ്ട്. x raised to n+1 divided by n+1. അങ്ങനെയാണെങ്കിൽ t² എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? t raised to 2+1 divided by 2+1. അതായത് t³ by 3 plus c. t എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ log x whole cube by 3 plus c. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ 1/x plus x log x എന്ന് പറഞ്ഞ കാര്യത്തിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇന്റഗ്രൽ 1/x plus x log x dx. ഇവിടെ നമ്മൾ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഡിനോമിനേറ്ററിൽ എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ 1/x ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ഡി എക്സ്. ക്വസ്റ്റിൻ്റെ രൂപം ഒന്ന് മാറ്റി കോമൺ ആയുള്ള എക്സിനെ പുറത്ത് നിർത്തി. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/x എന്ന് പറയുന്നൊരു കാര്യം അവിടെ കാണാം. ഈ 1/x എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ലോഗ് എക്സ് അവിടെ എവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഈ ലോഗ് എക്സിൻ്റെ ഒപ്പം കോൺസ്റ്റന്റ് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൂടി ചേർത്തിട്ട് എന്ത് കൊടുക്കുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് 1 പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ടി. 1ന്റെ ഡെറിവേഷൻ 0 ആണ്. ലോഗ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1/x വരും. ഡി എക്സ് ഈക്വൽ ടു ഡി ടി. 1/x dx ഈക്വൽ ടു dt. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ അങ്ങനെയാണ് കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/x dx ന് പകരം dt എഴുതാം. dt. പിന്നെ താഴെയാണ് 1 പ്ലസ് ലോഗ് എക്സ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ എന്ത് വരും? ടി വരും. ഇത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ ഇന്റഗ്രൽ 1/t dt ആണ്. അതായത് ലോഗ് മോഡ് ടി പ്ലസ് സി ആണ് അതിൻ്റെ ഇന്റഗ്രേഷൻ വരുന്നത്. അതായത് ലോഗ് മോഡ് ടിക്ക് പകരം 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് x/9 - 4x² എന്ന് പറഞ്ഞ കാര്യത്തിനെയാണ്. ഇന്റഗ്രൽ x dx/9 - 4x². ഇവിടെ നമുക്ക് അറിയാവുന്നത് x² ഡെറിവേഷൻ 2x ആണ്. പിന്നെ അതിനോടൊപ്പം നിൽക്കുന്ന കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കാം. പക്ഷേ x² എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇവിടെ നമുക്ക് x മാത്രമേ ആവശ്യമുള്ളൂ. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ x² എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 2x ആയതുകൊണ്ട് നമുക്ക് 2x dx എന്നതിൽ നിന്ന് x dxയിലേക്ക് എത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 9 - 4x² ഈക്വൽ ടു ടി. 9ന്റെ ഡെറിവേഷൻ 0 ആണ്. -4 ഇൻറ്റു -4 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് ആണ്. അത് മാറ്റി എഴുതി. x² ഡെറിവേഷൻ 2x dx ഈക്വൽ ടു dt. അതായത് -8x dx ഈക്വൽ ടു dt. നമുക്ക് ഇന്റഗ്രലിൽ x dx മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് x dx ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? dt/-8. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രതികും ബന്ധവും ഡിവിഷൻ ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x dx ന് പകരം dt/-8 ഡിവൈഡഡ് ബൈ 9 - 4x² പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടി എന്ന് പറഞ്ഞ കാര്യം കൊടുത്തിരിക്കുന്നത്. 1/-8 എന്ന് പറയുന്നത് നമുക്ക് പുറത്തു നിർത്താം. കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1/-8 പുറത്തായി. ഇന്റഗ്രൽ ബാക്കി വരുന്നത് എന്താ? 1/t dt ആണ് ബാക്കി വരുന്നത്. 1/t dt എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ എന്താണ് വരുന്നത്? ലോഗ് മോഡ് ടി -1/8 ലോഗ് മോഡ് ടി പ്ലസ് സി. അതായത് -1/8 ലോഗ് മോഡ് ടി എന്നതിന് പകരം എന്ത് കൊടുക്കാം? 9 - 4x² പ്ലസ് സി. അടുത്ത ചോദ്യം x/e⁻x² എന്ന് പറയുന്നതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇന്റഗ്രൽ x dx/e⁻x². x² ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ x dx കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. x² ഈക്വൽ ടു ടി. x² ന് ടി കൊടുക്കുമ്പോൾ രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ 2x dx എന്ന് പറയുന്നത് dt ആകുന്നു. ഇന്റഗ്രലിൽ x dx മതി. അപ്പോൾ x dx is equal to dt/2 which is equal to ഇന്റഗ്രൽ x dx എന്നതിന് പകരം dt/2 ഡിവൈഡഡ് ബൈ e⁻x² പകരം നമുക്ക് എന്താ എഴുതാം? ടി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇതിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/2 ഔട്ട്സൈഡ് നിർത്തി ഇന്റഗ്രൽ e⁻t താഴെയാണ്. അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ e⁻t. ഏതാണ് നിയമം വരുന്നത്? e⁻n ഈക്വൽ ടു 1/n. ഈ നിയമമാണ് അവിടെ ഉപയോഗിക്കുന്നത്. dt which is equal to 1/2 into
ഇ റേസ് ടു ടീൻ്റെ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇ റേസ് ടു ടി തന്നെ വരിക. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടീൻ്റെ ഇൻ്റഗ്രലാണ് വരുന്നതെങ്കിൽ ഇ റേസ് ടു മൈനസ് ടി വരും. കൂടാതെ ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. മൈനസ് ടീൻ്റെ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എത്ര വരിക, -1 ആണ് വരിക. അതുകൊണ്ട് -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് സി. ഈ മൈനസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മുകളിൽ എഴുതാം. അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 1/ഇ റേസ് ടു ടി ആണ്. ഈ നിയമം ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം, 1/2 ഇ റേസ് ടു ടി പ്ലസ് സി. ഈ മൈനസ് മുകളിലേക്ക് എഴുതാം. അപ്പോൾ -1/2 ഇ റേസ് ടു ടി പ്ലസ് സി ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ടി റീപ്ലേസ് ചെയ്യുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി. വിച്ച് ഇസ് ഈക്വൽ ടു -1/2 ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് സി. അടുത്ത ചോദ്യം, ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x² dx. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ 1/1 + x² ആണ്. അത് ഇൻ്റഗ്രലിനകത്തുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഏതിനാണ്, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിനാണ് കൊടുക്കേണ്ടത്. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ 1/1 + x² dx ഈക്വൽ ടു dt. ഇത് ഇൻ്റഗ്രലിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി കൊടുക്കാം. ബാക്കി 1/1 + x² dx വരും. അതിന് പകരം dt എഴുതാം. ഇ റേസ് ടു ടീൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു ടി പ്ലസ് സി വരും. അതായത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് എന്നോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്നോ പറഞ്ഞ് ഇങ്ങനെയും നമുക്ക് ചോദ്യം വരാം. അപ്പോൾ അവിടെ ഫൈൻഡും ഇവാലുവേറ്റും ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ഞാനത് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്കത് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ടാൻ എക്സ് ആണ് ഒന്ന് കാണുന്നത്. ടാൻ എക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ sec² ആണ്. പിന്നെ കാണുന്നത് cos x ആണ്. cos x-ൻ്റെ ഡെറിവേഷൻ -sin x ആണ്. പക്ഷേ -sin x ഇവിടെ കാണാനില്ല, sec² x എന്ന് പറഞ്ഞ ആശയം ഇവിടെ കാണാനില്ല. പക്ഷേ നമ്മൾ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, sec² x എന്ന് പറഞ്ഞ ആശയം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി ക്വസ്റ്റിനെ നമ്മൾ ഇന്ന് മാറ്റുകയാണ്. 1/cos² x പകരം എന്ത് എഴുതാം, sec² x എഴുതാം. മുകളിലുള്ള dx അതുപോലെ എഴുതിയിട്ടുണ്ട്. താഴെ ഇനി എന്ത് എഴുതാനുണ്ട്, 1 - tan x² എന്ന് പറഞ്ഞ് എഴുതാണ്ട്. ഇപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, tan x-ൻ്റെ ഡെറിവേഷൻ അവിടെ ഉണ്ട്. tan x-ന് ടി കൊടുക്കാം. ഈ tan x-നൊപ്പം നിൽക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 1 - tan x എന്ന് പറയുന്നതിന് ടി കൊടുക്കുകയാണ്. 1ൻ്റെ ഡെറിവേഷൻ 0 വരും, മൈനസ് tan x-ൻ്റെ ഡെറിവേഷൻ sec² x വരും, dx ഈക്വൽ ടു dt. ഇത് ശരിക്കും വരുന്നത് -sec² x dx ഈക്വൽ ടു dt ആണ്. ഇൻ്റഗ്രലിൽ നമുക്ക് sec² x dx മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് sec² x dx ഈക്വൽ ടു എന്ത് പറയാം, -dt എന്ന് പറയാം. ഇൻ്റഗ്രലിലേക്ക് വരുമ്പോൾ sec² x dx പകരം -dt ബൈ 1 - tan x എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ എന്തായി മാറി, t² ആയിട്ട് മാറി. നമ്മളിതിന് മുന്നത്തെ ക്ലാസ്സിൽ ഇൻ്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞ ആശയം വന്നപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മാറ്റി, ഇൻ്റഗ്രൽ x raised to -2 dx ആക്കിയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ മൈനസ് പുറത്തേക്ക് നിർത്തി ഇൻ്റഗ്രൽ 1/t² പകരം t raised to -2 dt എന്ന് പറഞ്ഞ് എഴുതുക. അതായത് മൈനസ് t raised to -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 പ്ലസ് സി. ഈ -2 + 1 എന്ന് പറഞ്ഞാൽ -1 വരിക. ആ മൈനസും ഈ മൈനസും കൂടി എന്താവും, പ്ലസ് ആയിട്ട് മാറും. ഇവിടെ t raised to -1 വരിക. t raised to -1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, 1/tക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, 1/t + c എന്ന് പറയാം. t റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 1/1 - tan x + c എന്ന് പറയാം. അടുത്ത ചോദ്യം, ഇൻ്റഗ്രൽ sin ഇൻവേഴ്സ് x dx ബൈ √1 - x². ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും sin ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് sin ഇൻവേഴ്സ് x ആണ് എന്ത് അപ്ലൈ ചെയ്യേണ്ടത്, t എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യേണ്ടത്. പുട്ട് sin ഇൻവേഴ്സ് x ഈക്വൽ ടു ടി. ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, 1/√1 - x² dx ഈക്വൽ ടു dt വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ sin ഇൻവേഴ്സ് x എന്ന് പറയുന്നതിന് പകരം t, 1/√1 - x² dx എന്ന് പറയുന്നതിന് പകരം dt വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x dx. എങ്ങനെ നമ്മൾ ചെയ്ത്, എക്സിൻ്റെ പവറിൽ 1 എഴുതി, എന്നിട്ട് x raised to 1 + 1 ഡിവൈഡ് ബൈ 1 + 1 പ്ലസ് സി എന്ന് പറഞ്ഞ ആൻസർ ചെയ്തു. അതേപോലെയാണ് നമ്മളിവിടെ ഇൻ്റഗ്രൽ t dt ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്തായി വിചാരിക്കുക, t raised to 1 ആയിട്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരിക,
ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. എങ്ങനെ ടി സ്ക്വയർ ബൈ 2 വന്ന് 1+1 ഡിവൈഡഡ് ബൈ 1+1 ഫോർമുല പ്രകാരം. അപ്പോഴാണ് ടി സ്ക്വയർ ബൈ 2 വരിക. ടി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. അതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ഇന്റഗ്രൽ കോസ് റൂട്ട് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഈ താഴെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഡെറിവേഷൻ 1/2 റൂട്ട് എക്സ് ആണെന്നുള്ള ആശയം അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? പുട്ട് റൂട്ട് എക്സ് ഈക്വൽ ടു ടി, അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നതിന്റെ ആംഗിൾ പൊസിഷൻ റൂട്ട് എക്സ് ആണ്, അതുകൊണ്ട് റൂട്ട് എക്സിന് ടി കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ടി ആയി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇതിൽ ഇന്റഗ്രലിൽ നമുക്ക് ആവശ്യമായി വരുന്നത് 1 റൂട്ട് എക്സ് ഡി എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഡി ടി എന്ന് പറഞ്ഞ് എഴുതാം. 2നെ അപ്പുറത്ത് കൊണ്ടായാൽ മതി, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് റൂട്ട് എക്സ് എന്ന് പറയുന്നതിന് പകരം ടി വരുന്നു. 1 റൂട്ട് എക്സ് ഡി എക്സ് എന്നതിന് പകരം 2 ഡി ടി. 2 ഔട്ട് സൈഡ് നിർത്തുന്നു. അപ്പോൾ ഇന്റഗ്രൽ കോസ് ടി ഡി ടി ആണ് നമുക്ക് കാണേണ്ടി വരിക. 2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ടി ആണ് വരിക പ്ലസ് സി. വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ ടി എന്നതിന് പകരം റൂട്ട് എക്സ് വരും പ്ലസ് സി. അടുത്ത ചോദ്യം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്റഗ്രൽ കോട്ട് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് കിട്ടണം. പക്ഷേ കോസ് എക്സ് അല്ല അവിടെ കിടക്കുന്നത്. കോട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ് ഡെറിവേഷൻ വരിക, അതും അല്ല അവിടെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി എന്താ ആലോചിച്ചാൽ മതി? ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷനാണ് കോട്ട് എക്സ് വരിക. അത് അറിയുന്ന കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, പെട്ടെന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്തിനാണ്? ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്നതിനാണ് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. പുട്ട് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ടി. ഞാൻ പറഞ്ഞു ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേഷൻ കോട്ട് ടി ആണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കൂ. ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ 1 സൈൻ എക്സ്. ഇത് ഏത് ലോജിക്കലാണ് എഴുതുന്നത്? ലോ എക്സിന്റെ ഡെറിവേഷൻ 1/x ആണ്. ആ രീതിയിലാണ് ഇപ്പോൾ എഴുതിയത്. എന്നാൽ അത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ. സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ എക്സിന്റെ ഡെറിവേഷൻ വരുന്നത് എന്താണ്? കോസ് എക്സ് വരും ഡി എക്സ് ഈക്വൽ ടു ഡി ടി. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇങ്ങനെയാണ് അതിന്റെ ഡെറിവേഷൻ വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഡി ടി എഴുതാം. ലോഗ് സൈൻ എക്സിന് പകരം എന്ത് എഴുതാം? ടി എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ ടി ഡി ടി ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. t⁻1 എന്ന് പറഞ്ഞ ആശയം വിചാരിച്ചു കഴിഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. ടി റീപ്ലേസ് ചെയ്യുമ്പോൾ ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. അടുത്ത ചോദ്യം ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് ആണ്. അവിടെ നമുക്ക് സൈൻ എക്സ് മാത്രം ആക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി കോസ് എക്സിൻ്റെ ഒപ്പം നിൽക്കുന്ന എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റിനെ കൂടി ചേർത്തിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നൽകുന്നത് പുട്ട് 1 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ടി. 1ന്റെ ഡെറിവേഷൻ 0 ആണ്. പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അതായത് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇന്റഗ്രലിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്താണ്? സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതെന്തായിരിക്കും? മൈനസ് ഡി ടി ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സിന് ടി ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? ടി സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരും. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഔട്ട് സൈഡ് നിർത്തി ടി സ്ക്വയർ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ടി റേസ് ടു മൈനസ് 2 ഡി ടി മുൻപേ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടി റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് സി. ഇത് -1 ആണ്. മൈനസ് മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് ടി റേസ് ടു -1 ആണ്. അതായത് 1/t പ്ലസ് സി. 1/tക്ക് പകരം 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഈ സെക്ഷനിൽ വെയിറ്റേജ് കൂടിയ ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി. ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ അതിൻ്റെ ആംഗിൾ പൊസിഷൻ വരുന്നതിനാണ് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഏതാണ്? ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 എന്ന് പറയുന്നതിനാണ് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇനി ഡെറിവേഷൻ കാണണം. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് 1/1 പ്ലസ് എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. എക്സ് റേസ് ടു 4ന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം.
എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡെറിവേഷൻ ആണ്. അപ്പോൾ എക്സ് റേസ് ടു 4 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1, അതായത് 4 ഇൻറ്റു എക്സ് ക്യൂബ് ആണ് അതിൻ്റെ ഡെറിവേഷൻ വരിക. 4 ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇൻറ്റഗ്രലിലേക്ക് നോക്കുക, നമുക്ക് ആവശ്യമുള്ള മാത്രം അവിടെ നിർത്തിയാൽ മതി. എക്സ് ക്യൂബ് മുകളിലുണ്ട്, ഡി എക്സ് ഉണ്ട്, താഴെ 1 പ്ലസ് എക്സ് റേസ് ടു 8 ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ മുകളിൽ എക്സ് ക്യൂബ് എഴുതി, ഡി എക്സ് എഴുതി, താഴെ 1 പ്ലസ് എക്സ് റേസ് ടു പവർ ഓഫ് 4 വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ വരിക, അപ്പോൾ 8 വരും. ഈക്വൽ ടു, ശ്രദ്ധിക്കേണ്ടത് ഈ 4 മാത്രമാണ് ഇപ്പം നമ്മളവിടെ എഴുതാത്തത്. 4ന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി എന്ത് വരും? ഡി ടി ബൈ 4. അപ്പോൾ ഇൻറ്റഗ്രൽ എന്തായി മാറി? ഇൻറ്റഗ്രൽ ഡി ടി ബൈ 4 എക്സ് ക്യൂബ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8 ഡി എക്സിന് പകരമാണ് ഡി ടി ബൈ 4 വന്നത്. ഇനിയുള്ളത് എന്താണ്? സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ആണ്. അത് എന്താണ് വരുന്നത്? സൈൻ ടി എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയണെങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ടതാണ് 1/4 പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ സൈൻ ടി ഡി ടി ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1/4 ഇൻറ്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് ടി പ്ലസ് സി, അതായത് മൈനസ് 1/4 കോസ് ടിക്ക് പകരം റീപ്ലേസ് ചെയ്യുക ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 പ്ലസ് സി. ഇൻറ്റഗ്രൽ 1 പ്ലസ് ലോ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇവിടെ 1/x dx എന്ന് പറഞ്ഞ ആശയമുണ്ട്, log x എന്ന് പറഞ്ഞ ആശയമുണ്ട്. log x ന്റെ ഒപ്പം നിൽക്കുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് log x എന്ന് പറയുന്നതിന് ടി കൊടുക്കാം. 1ന്റെ ഡെറിവേഷൻ 0 ആണ്, log x എന്ന് പറഞ്ഞ ഡെറിവേഷൻ 1/x ആണ്. dx ഈക്വൽ ടു ഡി ടി, അതായത് 1/x dx എന്ന് പറയുന്നത് എന്താണ്? ഡി ടിക്ക് തുല്യമാണ്. ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 പ്ലസ് log x ആണ് ടി. അപ്പോൾ ഇവിടെ എന്ത് വരും? ടി സ്ക്വയർ വരും. 1/x dx എന്ന് പറയുന്ന ആശയം വരും, അതിന് പകരം ഡി ടി വരും. ടി സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 പ്ലസ് സി ഈക്വൽ ടു ടി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യുവാനുള്ളത് ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് വെയിറ്റേജ് കൂടിയ ചോദ്യമാണ്. നമ്മളിവിടെ എക്സ് പ്ലസ് ലോഗ് എക്സ് എന്ന് പറയുന്നതിനാണ് ടി കൊടുക്കുക. സാധാരണ സ്ക്വയർ, ക്യൂബ്, റൂട്ട് ഒക്കെ വരുമ്പോൾ അതിനകത്ത് കിടക്കുന്ന സാധനത്തിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക? ടി എന്ന് പറഞ്ഞ ആശയം കൊടുക്കുന്നുണ്ടാവുക. നേരത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്താൽ തന്നെ 1 പ്ലസ് log x ഹോൾ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ 1 പ്ലസ് log x ആണ് അവിടെ ടി കൊടുത്തത്. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറയാം? എക്സ് പ്ലസ് log x എന്ന് പറയുന്നതിനാണ് ടി കൊടുക്കേണ്ടത്. എക്സ് പ്ലസ് log x ഈക്വൽ ടു ടി. ഡെറിവേഷൻ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്, പ്ലസ് log x-ന്റെ ഡെറിവേഷൻ 1/x dx ഈക്വൽ ടു ഡി ടി. ബൈ 1 കൊടുത്ത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഈ കാര്യം ഇൻറ്റഗ്രലിൽ കാണാം. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. അതിന് പകരം നമുക്ക് ഡി ടി എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. പിന്നെ ഉള്ളത് എന്താ? എക്സ് പ്ലസ് log x-ന് ടി ആണ്, അപ്പോൾ ഇവിടെ ടി സ്ക്വയർ വരും. ബാക്കിയുള്ളതെല്ലാം പാടെ കൂടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അതായത് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ടി റീപ്ലേസ് ചെയ്യാം. ടി റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ലോഗ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. അടുത്ത ചോദ്യം ഇൻറ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. നമുക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേഷൻ കോസ് എക്സ് ആണെന്ന് അറിയാം, അതുപോലെ കോസ് എക്സിൻ്റെ ഡെറിവേഷൻ സൈൻ എക്സ് ആണെന്ന് അറിയാം. അത് അറിയാവുന്നത് കൊണ്ട് നേരിട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ സൈൻ എക്സിന് ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇൻറ്റഗ്രൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മുമ്പിലേക്ക് മൂവ് ചെയ്യുക. എന്താണ് ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നതിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. അതിൽ സൈൻ സ്ക്വയർ എക്സ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, കോസ് സ്ക്വയർ എക്സ് എഴുതുന്നു. അടുത്തത് ഞാൻ സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്, ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ. ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് റേസ് ടു 4x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കോസ് എക്സിൻ്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് ആണ്, എന്നാലും നമുക്ക് സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടും. അതുകൊണ്ട് തന്നെ സൈൻ എക്സ് ഡി എക്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പിൽ ഒരു കാര്യം ചെയ്യുകയാണ്. പുട്ട് കോസ് എക്സ് ഈക്വൽ ടു ടി. ഡെറിവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ് വരിക. നമുക്ക് ഇൻറ്റഗ്രലിൽ സൈൻ എക്സ് ഡി എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ കോസ് എക്സ് ടി ആണ്, അപ്പോൾ ടി സ്ക്വയർ മൈനസ് ടി റേസ് ടു 4 ഇൻറ്റു മൈനസ് ഡി ടി.
ഈ മൈനസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇന്റഗ്രൽ t⁴ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞ കാര്യമായിട്ട് മാറും. t⁴ ഇന്റഗ്രൽ നിങ്ങൾക്കറിയാം t⁵/5 മൈനസ് ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ t³ പ്ലസ് സി. ടി റീപ്ലേസ് ചെയ്യുക. ടി റീപ്ലേസ് ചെയ്യുമ്പോൾ cos x ആണ് ടി വരുന്നത്. അപ്പോൾ cos x⁵/5 മൈനസ് cos x⁵ ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ sin x dx ബൈ sin x പ്ലസ് എ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേക ലോജിക്ക് നിലനിൽക്കുന്നതാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് മുമ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് തന്നെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് എ എന്ന് പറയുന്നതിന് ടി കൊടുക്കുക. ഡെറിവേഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേഷൻ 1, എ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേഷൻ 0 വരും. ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം എന്ത് മാത്രമേ ഉള്ളൂ? ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി ടി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ് ടിയിലേക്ക് എത്താനാണ് പോകുന്നത്. അപ്പൊ ഇനി എക്സ് എഴുതാൻ പാടില്ല. ഞാൻ ഇവിടെ നിന്ന് എക്സ് എന്ന് പറഞ്ഞ ആശയം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി മൈനസ് എ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സൈൻ ടി മൈനസ് എ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് എക്ക് പകരം ടി എഴുതാം. ഡി എക്സിന് പകരം എന്ത് എഴുതാം? ഡി ടി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ സൈൻ ടി കോസ് എ മൈനസ് കോസ് ടി സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ ടി ഡി ടി. അതായത് മുകളിൽ ഏത് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്? സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ ഫോർമുലയാണ്. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ സൈൻ ടി കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഇന്റഗ്രൽ സൈൻ ടി കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് ഇന്റഗ്രൽ കോസ് ടി സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ ടി ഡി ടി. ഇവിടെ സൈൻ ടിയും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ കോസ് എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോസ് എ ഔട്ട് സൈഡ് നിർത്തിയാൽ ബാക്കി ഇന്റഗ്രൽ 1 ഡി ടി മൈനസ് ഇവിടെ സൈൻ എ കോൺസ്റ്റന്റ് ആണ്. സൈൻ എ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്നത് ഇന്റഗ്രൽ കോട്ട് ടി ഡി ടി. കോസ് ടി ബൈ സൈൻ ടി എന്ന് പറഞ്ഞാൽ കോട്ട് ടി ആണ്. അതായത് കോസ് എ ഇൻറ്റു ഇന്റഗ്രൽ 1 ഡി ടി എന്ന് പറഞ്ഞാൽ ടി മൈനസ് സൈൻ എ ഇൻറ്റു ഇന്റഗ്രൽ കോട്ട് ടി ഡി ടി എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് പറയുവാനുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിന്റെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഫോർമുലാസുകളൊന്ന് പറയും. ഇന്റഗ്രൽ കോട്ട് ടി ഡി ടി എന്നതിന് പകരം ലോഗ് മോഡ് സൈൻ ടി പ്ലസ് സി ആ ഫോർമുലയോട് അപ്ലൈ ചേർക്കാണ്. അതായത് കോസ് എ ഇൻറ്റു ടിക്ക് പകരം എക്സ് പ്ലസ് എ മൈനസ് സൈൻ എ ഇൻറ്റു ലോഗ് മോഡ് സൈൻ ടിക്ക് പകരം എക്സ് പ്ലസ് എ പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കയറി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും ലെങ്ത് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മൾ ഈ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ലെങ്ത് കൂടിയ ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞിരിക്കുന്നത് കാണാം. അതൊക്കെല്ലാം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് ബൈ 1 കൊടുക്കുക, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ 1 cos x പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡി എക്സ്. 1 എടുക്കുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അതായത് ഇന്റഗ്രൽ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇനി അടുത്തത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2 cos x ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ക്യാൻസൽ ചെയ്ത് പോയാൽ തൊട്ട് മുകളിൽ ഈക്വലൈസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ പ്രത്യേക ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ 2 cos x എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് കോസ് എക്സ് കഴിഞ്ഞ വഴിക്ക് ഒരു സൈൻ എക്സ് ആഡ് ചെയ്യും, അടുത്ത കോസ് എക്സ് എഴുതും, അതിനുശേഷം സൈൻ എക്സ് ഞാൻ മൈനസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. 1/2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഒബ്സർവ് ചെയ്യൂ. കോസ് എക്സ് എഴുതി, സൈൻ എക്സ് ആഡ് ചെയ്തു, ആ സൈൻ എക്സ് ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് എത്ര വരും? 2 cos x എന്ന് പറഞ്ഞ ആശയം വരികയും ചെയ്യും. ഇനി ഈ പ്ലസ്സിൽ വെച്ചിട്ട് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഒരു പ്ലസ്സിൽ വെച്ചിട്ട്
അതായത് ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലസ്സിൽ വെച്ച് അതിന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പ്ലസ്സിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ cos x പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos x പ്ലസ് സൈൻ എക്സ് വരും. അതായത് എന്താ വരിക? 1 dx പ്ലസ് ഇൻ്റഗ്രൽ cos x മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos x പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഈ പ്ലസ്സിൽ വെച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരേ ടൈം ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. ഇതിനെ ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതുപോലെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഡെറിവേഷൻ തന്നെയാണ് മുകളിൽ കിടക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പുട്ട് cos x പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് ടി, അതായത് ഡെറിവേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് cos x dx ഈക്വൽ ടു ഡി ടി, അതായത് cos x മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി ടി എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? എക്സ് ആണ് വരിക. പ്ലസ് ഈ പാർട്ട് ചെയ്യാനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഇൻ്റഗ്രൽ cos x മൈനസ് സൈൻ എക്സ് ഡി എക്സിന് പകരം എന്ത് എഴുതാം? ഡി ടി എഴുതാം. ഡിവൈഡഡ് ബൈ cos x പ്ലസ് സൈൻ എക്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടി എന്ന് പറഞ്ഞ കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻ്റഗ്രൽ എന്താ വരിക? ലോഗ് മോഡ് ടി വരിക. 1/2 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് മോഡ് ടി പ്ലസ് സി. എല്ലാ ഇൻ്റഗ്രലും കഴിഞ്ഞപ്പോൾ ഞാനൊരു പുറത്തൊരു സി എന്ന് പറഞ്ഞത് ആഡ് ചെയ്ത് വെക്കാം അവിടെ. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് മോഡ് ടി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? cos x പ്ലസ് സൈൻ എക്സ് പ്ലസ് പ്ലസ് സി. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെയാണ് ഇൻ്റഗ്രൽ 1/1 മൈനസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ കാര്യം വന്നാലും നമ്മളിപ്പോൾ പറഞ്ഞ അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അത് എപ്പോഴും cos x-ന്റെ കാര്യം തന്നെ വന്നോളന്നില്ല, ചിലപ്പോൾ അവിടെ sin x-ന്റെ കാര്യത്തിലേക്കാവും കണക്ട് ചെയ്യുക. ഭൂരിഭാഗ ചോദ്യത്തിലും cos x-ലേക്കാണ് കണക്ഷൻ കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോജിക്ക് കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒന്ന് ഓർമ്മയിൽ വെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ബോർഡിൽ കാണുന്നത്. ഇൻ്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ബൈ സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. അതിൻ്റെ ഇവാലുവേഷൻ നമ്മൾ നടത്തണം. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നേരിട്ടിട്ട് അതിനെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റൂട്ട് ടാൻ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നതിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അതായത് ന്യൂമറേറ്ററിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നതിന് പകരം എന്തെഴുതാം? ടാൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. പിന്നെ ഒരു കോസ് എക്സ് എഴുതാനുണ്ട്, ആ കോസ് എക്സ് അതുപോലെ എഴുതുകയാണ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് ഡിവിഷൻ വരുന്നത്. ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ആക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. മൾട്ടിപ്ലിക്കേഷൻ ആക്കി. റൂട്ട് ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൽ എത്ര ടൈംസാണ് വരിക? റൂട്ട് ടാൻ എക്സ് ടൈംസ് ആണ് വരുന്നത്. കാരണം റൂട്ട് 2 എന്ന് പറയുന്ന കാര്യം മുകളിലും താഴെ 2 കിടക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ താഴെയുള്ള 2ൻ്റെ അവിടെയാണ് റൂട്ട് 2 എഴുതാറുള്ളത്. അതേ ലോജിക്കാണ് എവിടെയും വന്നത്. ഓക്കെ, ഇതിൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ആണ്. അതിനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ എന്ത് പറയാം? സീക്ക് സ്ക്വയർ എക്സ് ആണെന്ന് പറയാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ്. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ടാൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ടാൻ എക്സ് എന്ന് പറയുന്നതിന് ടി കൊടുക്കുകയാണ്. ടാൻ എക്സിന് ടി കൊടുക്കുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നതിന് പകരം നമുക്ക് എന്താ എഴുതാം? ഡി ടി എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്ന കാര്യം ഇറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം ഡി ടി വരും. റൂട്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞ ആശയം എന്ത് വരും? റൂട്ട് ടി എന്ന് പറഞ്ഞ കാര്യം വരും. ഇങ്ങനെ താഴെ റൂട്ട് വരുന്ന കാര്യം വരികയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഡി ടി ബൈ ടി റേസ് ടു 1/2. ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യാം? മുകളിലേക്ക് കൊണ്ടുപോവുക. ഇന്റഗ്രൽ ടി റേസ് ടു -1/2 ഡി ടി.
ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടി റേസ് ടു -1/2 + 1 ഡിവൈഡഡ് ബൈ -1/2 + 1 പ്ലസ് സി. അതായത് ടി റേസ് ടു 1/2 ബൈ 1/2 പ്ലസ് സി. അതായത് 2√t പ്ലസ് സി. എങ്ങനെയാണ് അങ്ങനെയൊക്കെ വന്നത്? 1/2 എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കലാണ് 1/, കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2 തന്നെ വരും. ടി റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √t തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2√t പ്ലസ് സി എന്ന് പറഞ്ഞ ആശയം പറയാം. ടി റീപ്ലേസ് ചെയ്യുമ്പോൾ 2 ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? tan x എന്ന് പറയുന്ന ആശയം കൊടുക്കാം പ്ലസ് സി. ഈ സെക്ഷനിൽ ഇടയിൽ വെച്ച് ശരിക്കും പറയാനുണ്ടായിരുന്ന കുറച്ച് ഫോർമുലാസുകളാണ് ഇപ്പോൾ ഞാൻ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. അത് ഫോർമുല ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിതെല്ലാം കണ്ടുപിടിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഫോർമുല ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ tan x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് sec x പ്ലസ് സി. ഇന്റഗ്രൽ cot x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് sin x പ്ലസ് സി. ഇന്റഗ്രൽ sec x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് sec x പ്ലസ് tan x പ്ലസ് സി. ഇന്റഗ്രൽ cosec x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് cosec x മൈനസ് cot x പ്ലസ് സി. അപ്പോൾ ഇത് ഫോർമുല ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. എവിടെയെങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യം അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് എന്ത് ചെയ്യുക? ഫോർമുല അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ തെളിയിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. tan x നെ sin x ബൈ cos x എന്ന് പറഞ്ഞ ആശയമാക്കുക. cos x എന്ന് പറയുന്നതിന് t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ cot x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x ബൈ sin x ആണ്. sin x ന്റെ ഡെറിവേഷൻ ആണ് cos x വരുന്നത്. അതുകൊണ്ട് തന്നെ sin x ന് t കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇതിലൊക്കെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്താലാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സെക്ഷൻ കിടക്കുന്നതെങ്കിലും നമ്മുടെ ലോഗരിതം കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പെടാത്തത് കൊണ്ട് നിങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഫോർമുല ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ്. പരമാവധി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അല്ലാത്ത എക്സസൈസ് എടുത്ത് നോക്കിയാൽ വേറെയും കുറേ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആ ഒരു രീതിയിലൂടെ ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കുക. അതിനെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ അതേ ചോദ്യമായിരിക്കും ഈ വരുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.